ഞാൻ ജമ്മുക്ക എന്നാണ് വിളിക്കുക. ജമേഷ് കോട്ടക്കൽ എന്നൊക്കെ പത്രത്തിലൊക്കെ പ്രിന്റ് ചെയ്ത് വരുന്ന പേരാണ്. ജമ്മുക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലുള്ള ബാല്യകാല സിനിമ അഭിനയം ഒരു ഘട്ടത്തിൽ നിൽക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഏതൊരു നടനും ഈ കുട്ടിക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തുന്ന ആ ഒരു ഗ്യാപ്പിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അറൗണ്ട് ഒരു 1 year 1-2 years ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം എന്നെ ജമേഷ് കോട്ടക്കൽ എന്ന പേരിൽ ഒരാൾ വിളിക്കുകയാണ്. ഹലോ, ഞാൻ ജമേഷ് കോട്ടക്കൽ. അങ്ങനെ ജമേഷ് അതിന് സംസാരിക്കുള്ളൂ. ഫോണിൽ വെറുതെ വെയിറ്റ് ഇടുന്നതാണ്. ആദ്യത്തെ ഒരു എപ്പോഴും അങ്ങനെ ഒരു ഇംപ്രഷൻ തരാം. നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേ ചിലപ്പോൾ തരും. അപ്പോൾ എൻ്റെ അടുത്ത് അതേപോലെ ജമേഷ് കോട്ടക്കൽ, ഞാൻ ചിത്രഭൂമിയുടെ ഫോട്ടോഗ്രാഫറാണ്, നിങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ട് എനിക്ക് വേണം എന്ന് പറയും. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഒരു ഗ്യാപ്പിൽ നിൽക്കുന്ന എൻ്റെ ഫോട്ടോഷൂട്ട് അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ഇത്രയും പേര് കേട്ട ഒരാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇത് ആദ്യത്തെ ഒരു കോളല്ല, ഇത് പല കോളുകളായപ്പോൾ എനിക്ക് തന്നെ ഒരു സംശയമായി. ഇത് ഇങ്ങനെ ഞാൻ സംശയിക്കുന്നതിൽ അർത്ഥമില്ല. നിർബന്ധമായിട്ട് ഞാൻ പോകണമെന്ന് തീരുമാനിക്കുക. അങ്ങനെ ജമ്മുക്കയുടെ വീട്ടിലായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫർ ഒരു നടൻ എന്നുള്ള ബന്ധത്തിനപ്പുറത്ത് വീട്ടുകാരായിട്ടും ഒക്കെ നല്ലൊരു അടുപ്പവും. ഫോട്ടോഷൂട്ട് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക നിയോഗം പോലെ സംഭവിച്ചൊരു കാര്യം. ഞാൻ കൺമഷി എന്ന് പറയുന്ന എന്നെ നായകനായ ചിത്രം അനൗൺസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഫോട്ടോ ചിത്രഭൂമിയിൽ പ്രിന്റ് ചെയ്ത് വരുന്നത്. അങ്ങനെ സമാന്തരമായി സംഭവിച്ച 2 കാര്യമാണ്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു ക്യാമ്പിൽ നിങ്ങളെ ഫേസ് ചെയ്യാൻ സാധിച്ചതിൽ. കാരണം അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ അച്ഛനും ജമ്മുക്കയുടെ അച്ഛനെ പോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് ഫോട്ടോഗ്രാഫിയുമായിട്ട് ആത്മാർത്ഥ ബന്ധമുള്ള ക്യാമറയുമൊക്കെ ആയിട്ട് ഇടപെടാൻ ഭാഗ്യം സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യരായ ഒരു കൂട്ടം ആളുകളെ ഫേസ് ചെയ്ത് കുറച്ച് വാക്കുകൾ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്കുള്ള ചില ഇൻഫർമേഷൻസ്, ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കുറച്ച് സമയം ഞാൻ എടുക്കുന്നു മാത്രം. ഇവിടുന്ന് വരുമ്പോൾ ഞാനൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് നേരാവണ്ണം ഫോട്ടോ എടുക്കാൻ പറ്റിയെന്നുള്ളത് കാര്യം ഉറപ്പായി. താങ്ക് യു. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂരിലാണ്. അവിടെ ഒരാഴ്ച മിനിമം 4 വർക്ക്ഷോപ്പാണ്. അത് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഏതെങ്കിലും ആൾ വന്നിട്ട് ഫേസ്ബുക്കിലും ആരുടെയും വർക്ക്ഷോപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതും അതിൻ്റെ ഫീഡ്ബാക്ക് അറിയുമ്പോൾ 30 പേരുണ്ടാവും, 40 പേരുണ്ടാവും. ബോറും വേണം, 10,000 രൂപ വെറുതെ പോയി. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാനോണിൻ്റെ ലെൻസോ അല്ലെങ്കിൽ ഒരു ഫ്ലാഷോ വാങ്ങായിരുന്നു. ഇതാണ് സ്ഥിരം കമൻറ്റ് കേൾക്കുന്നത്. സാധാരണ വർക്ക്ഷോപ്പിൽ പ്രാക്ടിക്കൽ സെക്ഷൻ വരാറില്ല, തിയറി മാത്രമേ ഉണ്ടാവൂ. മോഡലിനെ വെച്ച് അവർ ഫോട്ടോ എടുക്കും, അവർ പറഞ്ഞുതരും, വിടും. ഇതാണ് ഇതിൻ്റെയൊക്കെ പേരും ഇതിൻ്റെ മെഴുതും അറിയാം, പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാനേ അറിയാത്തുള്ളൂ. പക്ഷേ 2ാമത്തെ ദിവസവും പിന്നെ ഇന്നത്തെ രാവിലത്തെ പിന്നെ ഉച്ചയ്ക്കാണ്. കാരണം ക്യാമറേൻ്റെ സെറ്റിങ്ങിൻ്റെ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തത് അത് മുഴുവൻ അറിയില്ലായിരുന്നു. കാരണം ഇത് മൊത്തം ഇരുന്ന് വായിക്കാനുള്ള ക്ഷമയില്ല. പക്ഷേ 2ാമത്തെ ഇന്നലത്തെ ലൈറ്റിംഗ് ശരിക്കും പ്രയോജനപ്പെട്ടു. ഞാൻ താങ്ക്സ് പറയാണ്. കാരണം സാറിങ്ങനെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാനുണ്ടായ സാറിനങ്ങനെ തോന്നിയതിന് അത് നന്ദി പറയുന്നു. ഞാൻ സാറിൻ്റെ ഒരു വലിയ ഫാനായിരുന്നു. ഇന്നലത്തെ ലൈറ്റിംഗ് ക്ലാസ്സും ഇന്ന് രാവിലെ ഔട്ട്ഡോർ പോയതും വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. എൻ്റെ അടുത്ത് D90 ക്യാമറയാണ്. ആ ക്യാമറയിൽ തന്നെ ഇത്രയും നന്നായിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സിമ്പിളാണോ, അല്ല 5D Mark II മാത്രമേ നല്ല ലൈറ്റൊക്കെ വെച്ചെടുത്താൽ അത്ര പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്യാമറയിൽ എടുക്കാനൊരു കോൺഫിഡൻസ് വന്നത് ഇന്നത്തെ ലൈറ്റിംഗ് ക്ലാസ് കൊണ്ടാണ്. പിന്നെ ലൈറ്റിങ്ങിനെ പറ്റി ABCD പോലെ അറിയത്തില്ലാത്ത എനിക്ക് ആ ലൈറ്റിംഗ് ആദ്യത്തെ ദിവസത്തെ തിയറിയും ഇന്നലത്തെ ലൈറ്റിംഗ് ക്ലാസ്സും ഞാൻ ആദ്യം ഈ ലെൻസിൻ്റെ അപ്രച്ചർ 2.8 എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ ഇട്ടാണ് എടുക്കുന്നതെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ 22 ആണ് ഒക്കെ എടുക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ വർക്ക്ഷോപ്പ് വന്നതുകൊണ്ടാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെയധികം ഉപകാരമാണ്. സാറിനി തുടർന്നും ഇതുപോലെയുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുക. ധാരാളം ഫാഷൻ ഫോട്ടോഗ്രാഫിയിലേക്കൊക്കെ വരാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. എനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. താങ്ക് യു സാർ. ഇപ്പം ഞാൻ ഇതിൽ വന്നതിന് ശേഷം പ്രൊഫഷനൊന്ന് മാറ്റി പിടിച്ചാലോ എന്നിങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെ ലൈറ്റിങ്ങിനെ പറ്റിയിട്ടും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ ഇന്നലത്തെ സെഷൻ എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. ഉള്ള ആ ഒരു സമയങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് ഫോട്ടോഗ്രാഫിയിൽ നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജമേഷ്കിനോടും എല്ലാവരോടും, പിന്നെ പ്രത്യേകിച്ച് ജമേഷ്ക്ക് ഒരു പുലിയാണെന്ന് അറിയാം, പക്ഷെ എന്നാൽ ഇന്നലെ വേറെ ഒരു പുലിനെ കണ്ടു, നമ്മുടെ ജയേഷ് സുൽത്താൻ. അപ്പോൾ പുള്ളിക്കും പ്രത്യേക ഒരു നന്ദി പറയും. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ആൾക്കും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ അനൂപ് സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. മലപ്പുറം ഭാഷയാവും
അതുകൊണ്ട് മാമുവിന്റെ ഭാഷയിൽ ഒരുപാട് ചിരിക്കരുത്, കാരണം നമുക്ക് ശീലമുള്ള ഭാഷ. ഞാനൊരു തവണ ബാംഗ്ലൂർ പോയി. അപ്പൊ ഇത് പറയുമ്പോൾ ഇതിന്റെ ഈ ഒരു വർക്കുന്നും ഈ ഒരു ഇവിടെ വന്നതുകൊണ്ടുള്ളൊരു എന്തോ ഒരു ബന്ധം കൊണ്ട് പറഞ്ഞു പോണ്. ഞാനൊരു ദിവസം ഇതുപോലെ ബാംഗ്ലൂർ പോയ സമയത്ത് ബാംഗ്ലൂർ ഒരു ബജീഷിന്റെ കൂടെ, കോട്ടകല ബജീഷിന്റെ കൂടെ ഒരു വർക്കിന് വേണ്ടി പോയത്. ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂർ റൂമിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ മലപ്പുറത്തെ ഫ്രണ്ട്സാണ് അവിടെ ഉള്ളത് മൊത്തം. ആ റൂമിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മലപ്പുറം ഒരു ഭാഷയാണ്, ചിരിക്കരുത്, ചിരിക്കാൻ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ അവനിങ്ങനെ മൊബൈലിൽ പാട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ആ പാട്ടൊന്ന് ചിറ്റിച്ച്, പാട്ട് ചിറ്റിക്കുക, സംഭവം മനസ്സിലല്ലേ? ഫോർവേഡ് ഞാൻ പറഞ്ഞു. അതിൽ ഇവരെല്ലാരും കൂടെ ഒന്ന് ചിരിച്ച് ഒന്നായിട്ട് സംഭവമാക്കി. സംഭവം എന്താന്ന് വെച്ചാല് ഫോർവേഡ് ചെയ്തേന്ന് പറഞ്ഞത് ചിറ്റിച്ചെന്നായിരിക്കും. അത് ചിറ്റിച്ച എന്ന് പറഞ്ഞു. സംഭവം എന്റെ വായിലപ്പോൾ മലപ്പുറം ഭാഷ വരും, അതുകൊണ്ട് ചിരിക്കരുത്. ഞാൻ 1-2 വർക്ക്ഷോപ്സ് ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കുറെ കാലമായിട്ട് പല ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്തും ഇങ്ങനെ അസിസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ലൈറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടും പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നടക്കുന്ന ബഹളം അല്ലെങ്കിൽ കുറെ അസിസ്റ്റൻസ് ഉണ്ടാവും, പല സാധനങ്ങൾ അവർ എടുത്തു വയ്ക്കും. എന്താണ് ചെയ്യണതെന്ന് ശരിക്കും മനസ്സിലായി തുടങ്ങിയത് ഈ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടാണെന്ന് പറയാം. ഇപ്പൊ ഫോട്ടോഗ്രാഫി പുതിയതായിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ മിക്ക ആൾക്കാർക്കും ലൈറ്റിംഗ് എന്നുള്ളത് ഇത് എവിടുന്ന് തുടങ്ങണം എന്നുള്ളത് പല ആൾക്കാർക്കും ഒരു മേജർ കൺഫ്യൂഷൻ ആയിരിക്കും. അതിനുള്ളൊരു വലിയൊരു ഹെൽപ്പായിരുന്നു സാറിന്റെ ഈ വർക്ക്ഷോപ്പ്. ഇപ്പൊ കേരളത്തില് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് സാർക്കും ഫുൾ ടീമിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് എന്തായാലും പറയും. ഒന്നും പറയാൻ വാക്കുകളില്ല. എന്റെ ഭാഷയിൽ ഒരു കിടു ക്ലാസ് ആയിരുന്നു. കിടു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ജാടയില്ലാത്തൊരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ്. ജാട ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളെ കൂടി കാണിച്ചിട്ടില്ല. അതാത് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതൊക്കെ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും.